ഹലോ SSLC മക്കളെ, നമ്മുടെ ഫസ്റ്റ് A+, നമ്മുടെ IT A+ മേടിക്കാനുള്ള ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ ഈ വീഡിയോയിൽ ചെയ്യാൻ വന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വേൾഡ് ഓഫ് ഡിസൈനിങ്, അതിൻ്റെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഞാൻ തീർത്തരാം. ഓക്കെ, ബേസിക്കലി ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിപ്പിച്ചു തരാം, ആ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ഇങ്ക്സ്കേപ്പ് ആയിട്ട് ചെയ്യുന്ന കാണും. ഓക്കെ, താഴെ കാണുന്ന ഈ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്നും ഈ ചായക്കപ്പും സോസർ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു പിക്ചറിൽ വെക്കാമെന്നും ഒക്കെയുള്ള മൊത്തം കാര്യം കാണിച്ചു തരും. കാരണം ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് എക്സാമിനും ചോദിക്കാൻ പോകുള്ളൂ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റൻ എപ്പോഴും ഇങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റൻസും കുറേ പഠിക്കാൻ പറ്റും. കാരണം തിയറീൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇന്നല്ല നാളെ തന്നെ നിങ്ങളുടെ ഈ ചാനൽ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ കാണും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തന്നെ തിയറിയിൽ റിപ്പീറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഈ സാധനങ്ങൾ നമ്മളിന്ന് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലും ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? വളച്ച് ടെക്സ്റ്റ് ഇടാൻ, റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ടാക്കാൻ, ഇവിടെ കപ്പ് ഉണ്ടാക്കാൻ, ഇവിടെ റേഡിയൽ ഗ്രേഡിയൻറ്റ്, ഇവിടെ പുട്ട് ഓൺ പാത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലെയേഴ്സ് പഠിക്കുന്നുണ്ട്, ഷേപ്പ് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ, എന്താണ് ഡിഫറൻസ് ഒക്കെ ചെയ്യാനൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പഠിക്കും. അതേ സെയിം തന്നെ ഇവിടെ എന്താണ് സർക്കിൾ ഉണ്ടാക്കുക, റേഡിയൽ ഗ്രേഡിയൻറ്റ്, പിന്നെ ഈ റിങ് ഉണ്ടാക്കാൻ, എന്നിട്ട് പുറകിലേക്ക് ആക്കാൻ, അതൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ റേഡിയൽ ഗ്രേഡിയൻറ്റ്, ടെക്സ്റ്റ് ഉണ്ടാക്കാൻ, സ്ട്രോക്ക് ഇടാനൊക്കെ പഠിക്കും. ഇവിടെയും സെയിം സംഭവം, രണ്ട് സർക്കിൾ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യാൻ, അതാണ് പഠിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ വർഷങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും ഇതൊക്കെ തന്നെ സംഭവങ്ങൾ, സെയിം സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ഈ പിക്ചേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചാൽ അപ്പോൾ ഈ വീഡിയോ പോയി കാണാം. ഈ പിക്ചേഴ്സ് ആണെങ്കിൽ അതിന് മുമ്പത്തെ വർഷം പോയി കാണാം. ഓക്കെ, എല്ലാം ബേസിക്കലി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഞാൻ ചെയ്തുതരാം. അപ്പോൾ എല്ലാവരെയും മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുൾ കാര്യം ഞാൻ പഠിപ്പിച്ചൊരു IT. ഓക്കെ, അപ്പോൾ തിയറിക്ക് വീഡിയോ വേണമെങ്കിൽ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വെരി ഷോർട്ട് ആൻസറും MCQ എല്ലാം കൂടി ആയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ശക്തി ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് മക്കളെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും സെറ്റ് ആക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. 2000 rupees ഫീസ്. SSLCയിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും, മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ബോറടി ആയിരിക്കും, എവിടെ നിന്ന് പഠിക്കണം എന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ മൊത്തം നിങ്ങളെ ഗൈഡ് തരാം. അപ്പോൾ എൻ്റെ പേര് അറിയാത്തവർ അലൻ സാർ എന്നാണ് പേര്, അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കുറച്ച് തിയറിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ തിയറി എന്താ, ഞാൻ ഇതൊന്നും കുറേ ബോറടിപ്പിക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബേസിക്കലി കമ്പയറിങ് PNG ആൻഡ് SVG. ഓക്കെ, ഇവർ പറയുന്നുണ്ട് ഒരു PNG ഫയൽ, ഒരു SVG ഫയൽ ഉണ്ട്, ഒരു പിക്ചർ. അത് രണ്ടും ഇമേജാണ്. പിക്ചറുകളെ നമ്മൾ ഇമേജ് എന്നാണ് വിളിക്കുക. ഇമേജിൻ്റെ ഫയൽ ഫോർമാറ്റ് മക്കളെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സാധനത്തെ ഭക്ഷണം എന്ന് വിളിക്കുന്നു, കുടിക്കുന്ന സാധനത്തെ നമ്മൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഒരു ഫോർമാറ്റ് ഉണ്ട്. പിക്ചറുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതിൻ്റെ ഫയൽ ഫോർമാറ്റ് PNG ആവാം, SVG ഒക്കെ ആവാം. ഓക്കെ, ഫയൽ ഫോർമാറ്റ് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഹണി എന്ന് പറഞ്ഞാൽ PNG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂം ചെയ്യും, അതൊരു റാസ്റ്റർ ഇമേജ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ടോ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഹണി PNG സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുത്ത് കാണും. നിങ്ങൾ ഐഫോണിൽ ഒരു ഫോട്ടോ എടുക്കുക, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ഫോട്ടോ എടുത്താൽ സൂം ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ചെയ്താൽ രസം ഉണ്ടാവില്ല. അതേ സമയത്ത് SVG ഓപ്പൺ ചെയ്താൽ എത്ര സൂം ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താ? അതൊരു വെക്ടറാണ്. SVGൻ്റെ ഫുൾ ഫോം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ കേട്ടോ. അപ്പോൾ PNG പിക്ചർ ലൂസസ് ദ ക്ലാരിറ്റി. സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി അങ്ങ് പോകുന്നു. ക്ലാരിറ്റി ഓഫ് SVG പിക്ചർ ഒരിക്കലും പോവില്ല. അതാണ് ബേസിക്കലി സംഭവം. ഓക്കെ, ഇനി SVGൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി. നോക്കിയാൽ SVG എന്ന് പറയുമ്പോൾ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഒരു വെക്ടറാണ്. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്ത് വലുതാക്കാൻ ചെറുതാക്കാൻ വിഷയമില്ല. ഓക്കെ, പിന്നെ അപ്പോൾ വെക്ടേഴ്സ് ഉണ്ട്, റാസ്റ്റർ ഉണ്ട്. വെക്ടർ എന്ന് പറയുമ്പോൾ സൂം ചെയ്താൽ പ്രശ്നമില്ലാത്ത അതിൽ കുറേ വെക്ടേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ. അപ്പോൾ SVG ഒരു വെക്ടറിൻ്റെ ടൈപ്പാണ്. റാസ്റ്റർ എന്ന് പറയുമ്പോഴും കുറേ ടൈപ്പ് റാസ്റ്റേഴ്സ് ഉണ്ട്. PNG ഉണ്ട്, JPEG ഉണ്ട്. അതിനൊക്കെ ഒരുമിച്ച് വിളിക്കുന്നതാണ് ബിറ്റ് മാപ്പ്. ഒരു ബിറ്റ് ആയിട്ടുള്ള മാപ്പാണ് ബേസിക്കലി. അതാണ് ബിറ്റ് മാപ്പ് ഇമേജസ്. ലൈക്ക് PNG, JPEG ഒക്കെ എന്താണ്, JPG ഒക്കെ റാസ്റ്റർ ഇമേജസ് ആണ്. ബിറ്റ് മാപ്പ് റാസ്റ്റർ ഇമേജസ്, SVG ആർ വെക്ടർ ഇമേജസ്. GIMP എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. GIMP നമുക്ക് പഠിക്കാനില്ല, നമുക്ക് റാസ്റ്റർ ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ റാസ്റ്റർ ഇമേജസ് എടുത്ത്, അത് GIMP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അത് ഫ്രീ ആണ് കേട്ടോ. ആ ഫ്രീ ആണെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിക്കാൻ വന്ന മെയിൻസ് ആണ് ഇങ്ക്സ്കേപ്പ്. അത് വെക്ടറിൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അതിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ റാസ്റ്റർ. LibreOffice Draw, Carbon, Illustrator, Corel Draw are different types of vector image software. Okay, of these Inkscape and LibreOffice Draw നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? LibreOffice Draw അല്ല, LibreOffice Draw. അപ്പോൾ നോക്കിയാൽ ഇങ്ക്സ്കേപ്പ്, LibreOffice Draw ആർ ഫ്രീ സോഫ്റ്റ്വെയർ പാക്കേജസ്. അത് മക്കൾ ആ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ,
ആ ക്വസ്റ്റ്യൻ എക്സാമിന് തിയറി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇങ്ക്സ്കേപ്പ് എടുത്തിട്ട് ബിൽഡ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, മനസ്സിലാക്കേണ്ട എന്താണ്, 800/600 ആണ് ഡിഫോൾട്ട്. അങ്ങനെ പറയുമ്പോൾ 800 ഇങ്ങനെ പിക്സൽ ഉണ്ടോ, ഇങ്ങനെ കുറേ കുത്തുകളുണ്ടോ, അതിലാണ് ഉണ്ടാക്കുന്നത്. അത്ര മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ഈ വിൻഡോ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോകുന്നു. നിങ്ങളുടെ പഴയ ഉബുണ്ടു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ വേറെ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ബേസിക്കലി ആപ്ലിക്കേഷനിൽ പോകുന്നു, അതൊക്കെ ടീച്ചറിനോട് ചോദിക്കാൻ പറ്റും. ഗ്രാഫിക്സിൽ പോകുന്നു, ഇങ്ക്സ്കേപ്പ് നമ്മുടെ മൗണ്ടൻ്റെ ടൂൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ക്സ്കേപ്പ് എടുക്കുന്നു, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക ഫസ്റ്റ് കാര്യം. ഓക്കെ, ഫസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കൺട്രോൾ മൈനസ് ഞെക്കിയാൽ, ഓക്കെ, ഇവിടെ കൺട്രോൾ മൈനസ് ഞെക്കിയാൽ ഓൾട്ട് മൈനസ് ആണോ, ഓൾട്ട് കൺട്രോൾ മൈനസ് സൂം ഔട്ട് ആവുന്നില്ലല്ലോ, ഷിഫ്റ്റ് മൈനസ് ആണ്, ഷിഫ്റ്റ് മൈനസ്. ഓക്കെ, ഓരോ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ മാറി കളിക്കുക. അതുകൊണ്ട് ഷിഫ്റ്റും പ്ലസും ഞെക്കിയാൽ ഇങ്ങനെ ദൂരേക്ക് പോകും, അടുത്തേക്ക് പോകും. മൈനസ് ഞെക്കിയാൽ ദൂരേക്ക് പോകും. ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫയലിൽ പോവുക, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോവുക, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡി. ഇവിടെ ഇത് ഷോർട്ട് കട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചോ. ഫയലിൽ ഇതുണ്ടോ, കൺട്രോൾ ഷിഫ്റ്റ് ഡി. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റും ഡിയും കൂടി ഞെക്കിയാൽ ഈ സാധനം വരും. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് എന്താണ് ഷോ പേജ് ബോർഡർ ഒഴിവാക്കുക. അവനെ വേണ്ട. എല്ലാ എക്സാമ്പിളും നമുക്ക് പേജ് ബോർഡർ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അത് ആദ്യത്തെ കാര്യം പഠിക്കുക. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? മക്കളെ ഈ ലെഫ്റ്റിൽ കാണുന്ന ഇവന്മാരൊക്കെയാണ് ടൂൾ ബോക്സുകൾ. ടൂൾ ബോക്സുകൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മൂവ് ടൂൾ ഉണ്ട്, സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂള്, നോഡ് നമുക്ക് ഓരോ അറ്റങ്ങളൊക്കെ മാറ്റാനുള്ള സാധനം. ഓക്കെ, റെക്റ്റാങ്കിൾ അല്ലെ സ്ക്വയർ ടൂള്, സർക്കിൾ, എലിപ്സ്, വട്ടങ്ങളിലുള്ള സാധനങ്ങൾ വരയ്ക്കാൻ, നമുക്കെന്താ പോളിഗൺ, സ്റ്റാറോ പോളിഗൺ ഉണ്ടാക്കാൻ, 3D ബോക്സ്, സ്പൈറൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ബെസിയർ കർവ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവൻ ചോദിക്കും. ആദ്യത്തെ 4 എക്സാമിന് ചോദിക്കാറുണ്ട്, ഇവനും എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇത് ഡ്രോ ഫ്രീ ഹാൻഡ്, നിങ്ങൾക്ക് വെറുതെ പെൻസിൽ കൊണ്ട് വരയ്ക്കണമെങ്കിൽ. ഇത് കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ, നമ്മുടെ അവസാന ഈ ചാപ്റ്ററിൽ ആവശ്യം വരും. ഇത് മക്കളെ, ഇത് നമ്മൾ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എന്ന് വെറുതെ കാണുമ്പോൾ ഇത് എടുക്കരുത്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. ഇതെന്താണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ്? ഗ്രേഡിയൻസ്. നമുക്ക് ലീനിയർ ആണെങ്കിൽ അതൊക്കെയാണ് ഗ്രേഡിയൻ്റ് ഇവിടെയാണ് വരിക. പിന്നെ ഇതൊന്നും എക്സാം ചോദിക്കാറില്ല. ഇത് പിക്ക് കളറാണ്, ഫില്ല്, ഓക്കെ, ട്വീക്ക് ഒബ്ജക്ട്സ്. ഇതൊക്കെ എക്സാം അത്ര ചോദിക്കാത്ത കാര്യങ്ങൾ. ഇത് സൂം കേട്ടോ. അപ്പോൾ ഇതിലില്ലാത്ത ടൂൾ ഇതൊക്കെ ചോദിച്ചിട്ട് ഐഡൻറ്റിഫൈ ഒക്കെ പറയാം. അതൊക്കെ തിയറി ക്വസ്റ്റൻസ് സമയം പോകാം. അപ്പോൾ ടൂൾ ബോക്സ് നമ്മൾ ഡിസ്കസ്. ഇതാണ് മെനു ബാർ, മേലുള്ള മെനു ബാർ. ടൂൾ കൺട്രോൾ ബോക്സ്. ഇവിടെ നമുക്ക് ടൂൾസ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതിൻ്റെ വളവും തിരിവൊക്കെ ശരിയാക്കണം ഇവിടെ വരും. ഓക്കെ, പിന്നെ കളർ പാലറ്റ് എൻ്റെ കാണിക്കുന്നില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് താഴെ ഇവിടെ ഇങ്ങനെ കളർ പാലറ്റ് ഉണ്ടാവും കേട്ടോ. ആ കളർ പാലറ്റ് ഉണ്ടാകും, പേടിക്കേണ്ട. പിന്നെ പേജ് ബോർഡർ നമ്മൾ കളഞ്ഞുകൊണ്ട് പേജ് ബോർഡർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയും കുറച്ച് ടൂൾസ് കാണാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കമ്പ്യൂട്ടർ ഇസ് വെരി ഈസി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വരുന്ന സോസർ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സോസർ വരയ്ക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്ത് വെച്ചു കേട്ടോ. യൂസിങ് വെറൈറ്റി ഓഫ് ടൂൾസ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡിങ് വന്നാൽ 2Dനെ 3D ആക്കാൻ പറ്റുമല്ലോ, ഒരു 3D എഫക്റ്റ്. അതിനെ നമ്മൾ റേഡിയൽ ഗ്രേഡ്, തിയറിയിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ കേട്ടോ. 2D ഇമേജസിനെ 3D എഫക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? റേഡിയൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്തൊരു വട്ടം വരയ്ക്കണം. ഓക്കെ, വട്ടം വരയ്ക്കണം. അപ്പോൾ നമുക്ക് സോസറിലെ കപ്പളിപ്പോൾ വട്ടം വരയ്ക്കണം. ഈ വട്ടം എടുക്കുക. ഞാൻ ഇങ്ങനെ വരച്ചത് നോക്കിയാൽ ഇത് എനിക്കൊരു കറക്റ്റ് വട്ടം വേണമെങ്കിൽ എന്താ, കൺട്രോൾ ഞെക്കി പിടിക്കണം. ഓക്കെ, ഷിഫ്റ്റും കൺട്രോൾ ഞെക്കി പിടിച്ചാൽ ഷിഫ്റ്റ് ഞെക്കിയാൽ സെൻറ്റർ അവിടെ തന്നെ നിന്നോളും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഡിലീറ്റ് ബാക്ക് സ്പേസ് ഒക്കെ മതി. കൺട്രോൾ ഞെക്കി പിടിക്കാതെ ഇങ്ങനെ വരച്ച് എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഒരു സോസർ ഉണ്ടാവുക ഏകദേശം. അത് വരച്ചു. ഇനി 2-3 കാര്യങ്ങൾ എനിക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റണം. അപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡബിൾ ക്ലിക്ക് അല്ല ചെയ്യേണ്ടത്, വെറുതെ നോഡാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഇത് നിൽക്കുന്നു, ഒബ്ജക്റ്റിലേക്ക് വരുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക്. എനിക്കിതിൻ്റെ ഫില്ല് എന്ന് പറഞ്ഞാൽ ഉള്ളത്തെ കളർ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ കളർ. ഒബ്ജക്റ്റ് നിൽക്കുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഒക്കെ. ഈ പെട്ടി നിങ്ങൾക്ക് പൊതുവെ എവിടെയായിരിക്കും കമ്പ്യൂട്ടറിൽ വരെ, ഞാൻ ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫിൽ ആൻഡ് സ്ട്രോക്ക് കിട്ടി. മക്കളെ, ഫിൽ ആൻഡ് സ്ട്രോക്കിൽ എന്താ, എനിക്കൊരു ബ്രൗൺ കളറാണ് ബേസിക്കലി മൊത്തം വേണ്ടത് അല്ലേ. മൊത്തം ഒരു ബ്രൗൺ കളറാണ് വേണ്ടത്. ഞാൻ സർക്കിൾ എടുത്ത്, സെലക്ഷൻ ടൂൾ എടുത്ത്, റേഡിയൽ ഗ്രേഡ്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരിക്കലും ആ കറക്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ഇമേജ് വരും, നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുണ്ട് ഫില്ലിൻ്റെ ഉള്ളിൽ കളർ ഒഴിവാക്കണത് കൊടുക്കാം, ഫ്ലാറ്റായിട്ടൊരു കളർ കൊടുക്കാം. ലീനിയർ ഗ്രേഡിയൻറ്റ്, ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്കുള്ള കളർ, അത് ഡയറക്ഷനൊക്കെ മാറ്റാം. റേഡിയൻ എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ വട്ടത്തിലുള്ള ഗ്രേഡിയൻറ്റ്. പിന്നെ വേറെ ഓരോ പാറ്റേൺസ്, മെഷ് ഗ്രേഡിയൻ്റ് ഒക്കെ ഉണ്ട്. ഇത് 3-4 നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളിൽ ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് RGB, HSL ഏത് വേണം പഠിക്കും. ഞാൻ പൊതുവെ വീൽ എടുക്കാറ്. ബ്രൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് റെഡിൻ്റെ ഡാർക്ക്, അപ്പോൾ ഞാൻ റെഡിലേക്ക് മാറ്റിയിട്ട് അത് ഡാർക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബ്രൗൺ കളർ കിട്ടി. ഓക്കെ, ബ്രൗൺ കളർ കിട്ടി ഉള്ളിൽ. ഇനി അവിടെ ഒരു റേഡിയൽ ഗ്രേഡിയൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേഡിയലായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ റേഡിയലിലേക്ക് പോകുന്നു. റേഡിയൽ എന്ന് പറയുമ്പോൾ നടുക്കിൽ ഇത് റേഡിയൽ ഗ്രേഡിയൻ്റ് അല്ലേ അന്ന് തോന്നുന്നു. നടുക്കിലൊരു വൈറ്റും സൈഡിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇവനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ ഇവൻ്റെ കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കിവിടെ ഇപ്പം നടുക്കിൽ
ബ്രൗണും പുറത്തേക്കാണ് വൈറ്റ്, തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നോഡ് ടൂൾ എടുക്കുക. ഓക്കെ, ഇവൻ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് എന്ത് കളർ കൊടുക്കണം എന്ന് മനസ്സിലായി. ഇവിടെ നിൽക്കുക ഇവൻ്റെ കളർ. അപ്പോൾ നടുക്കിൽ ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, വൈറ്റ്. അപ്പോൾ ഞാൻ വൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ്. ചിലപ്പോൾ താഴെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കളർ ഉണ്ട്, 100% വേണം, 0% വേണം. അത് ഓഫ് ആണെങ്കിൽ നിങ്ങളുടെ കളർ മാറില്ല. അപ്പോൾ നടുക്കിലൊരു വൈറ്റ് ഞാൻ കൊടുത്തു, മേലേക്ക് ഞാനൊരു വൈറ്റ് കൊടുക്കാം. ഓക്കെ, ഓപ്പാസിറ്റി 0, അപ്പോൾ വൈറ്റ് തന്നെ കൊടുത്തു. വൈറ്റിൻ്റെ കുറച്ചൊരു മാറ്റം കൊടുത്തു. ഇനി എന്താ, ഈ അറ്റത്തെ നോഡ് ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ബ്രൗൺ കൊടുക്കുന്നു. ഓക്കെ, ഈ അറ്റത്തേക്ക് ബ്രൗൺ ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ശരിയാണോ? ആയിക്കോട്ടെ. അവർ പക്ഷേ ഇങ്ങനെ ഒരു വരാം, അതൊന്നും ഒരു പോയിന്റിൽ അപ്പുറം മാറ്റർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മുടെ സർക്കിളാണ്, നമുക്ക് ഇപ്പോൾ ഡയറക്ഷൻ അതുണ്ട്. ഇങ്ങനെ ഏകദേശം ഇപ്പോൾ കപ്പിൻ്റെ സോസർ അവർ പറഞ്ഞ പോലെ ആയില്ലേ, ഏകദേശം അങ്ങനെ. ഓക്കെ, ഇങ്ങനെ വേണേൽ കൊടുക്കാം. അപ്പം ഇങ്ങനെ വന്നു, ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇനി ഇത്രയും നിങ്ങൾ ഏകദേശം കിട്ടി. പക്ഷേ ഇതിൻ്റെ സ്ട്രോക്ക് വേണോ? ഇല്ല, ഇതിൻ്റെ ബൗണ്ടറി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ച് ഇവനെ ക്ലിക്ക് ചെയ്തു, സ്ട്രോക്ക് പെയിൻറ്റിൽ ഇത് കൊടുക്കുന്നു, എക്സ് കൊടുക്കും. അപ്പം ബോർഡർ ഇല്ല, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബോർഡർ ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ലൈക്ക് അടിക്കുക. ഇനി എന്താ അവർ പറയുന്നത്, എനിക്ക് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് ഇത് നോക്കിയാൽ പറയാം ABCD. ഞാൻ എന്താ ഇവിടെ സൂം ചെയ്യാം, നിങ്ങളിത് വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ഈ സാധനങ്ങളിൽ വേഗം ചെയ്താലേ. ഇനി എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, നമുക്ക് അതിൻ്റെ മേലെ ഇവരെന്താ ചെയ്യുന്നത്, അതിൻ്റെ മേലെ വേറെ ഒരു സാധനം കൂടി വരും. അപ്പോൾ എന്താ, ഇതൊക്കെ സ്ഥിരം വരുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരെണ്ണം കൂടി കിട്ടി. ഞാൻ അത് ചെറുതാക്കുമ്പോൾ ഞാൻ കൺട്രോൾ നിൽക്കി ചെറുതാക്കാം, അല്ലെങ്കിൽ ഷേപ്പ് മൊത്തം മാറിപ്പോൾ. കൺട്രോൾ നിൽക്കി ഷേപ്പ് ചെറുതാക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, വെക്കാൻ വരട്ടെ. ഓക്കെ, ഒന്നുകൂടി വലുതാക്കാം. കൺട്രോൾ ഷിഫ്റ്റും കൂടി ഇരിക്കുക. ഇനി ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക, ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, അവിടെ തന്നെ ഉണ്ട് കൺട്രോൾ ഷിഫ്റ്റ്. എനിക്ക് അവിടെ നിന്ന് തന്നെ അങ്ങ് നടുക്കിൽ നിന്ന് ഷേപ്പ് ശരിയായിക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ കളർ കൊടുക്കുക. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല അവിടെ ഉണ്ടെന്ന്. ഓക്കെ, ഇനി എന്താണ്, അവിടെ നമ്മൾ തിരിച്ചു കൊടുക്കണം. റേഡിയൽ ഗ്രേഡിയൻ്റ് വൈറ്റിൽ നിന്ന് ബ്രൗണിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം പുറത്ത് വൈറ്റ് നടുക്കിൽ ബ്രൗൺ ആയിക്കോട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് അവർക്ക് തോന്നുന്നെങ്കിൽ കപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്നു. അങ്ങനെ ഇവിടെ നമ്മളെന്താ തിരിച്ച് ചെയ്യണം അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് വെക്കുക. ഓക്കെ, ആ ഇതിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോഡ് ടൂൾ നിൽക്കാൻ കിട്ടും. ഓക്കെ, നടുക്കിൽ നിൽക്കുക. നടുക്കിൽ നിൽക്കാൻ നമുക്ക് നടുക്കിൽ ബ്രൗൺ വേണം, നടുക്കിൽ ബ്രൗണ്. ഇനി എന്താ, പുറത്തത്തെ ഈ നോഡ് നിൽക്കിയിട്ട് നമുക്ക് വൈറ്റ് കൊടുക്കാം. ഓക്കെ, വൈറ്റ് ഒപ്പാസിറ്റി അത്രയും വേണ്ട, നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് കുറയ്ക്കാം. അത്രയില്ല, ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം. ഓക്കെ, ഇങ്ങനെ ഏകദേശം. മേലെ നമുക്ക് ബ്രൗൺ തന്നെ ആക്കാം അല്ലേ, മേലെ ബ്രൗൺ ആകുമ്പം ശരിയാവുന്നില്ലല്ലോ. പക്ഷേ ശരിയാവുന്നില്ല. അത് നമുക്കൊന്ന് ഞാൻ കൺട്രോൾ സെറ്റേക്ക് അൺഡു ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺഡു വെക്കുക. പക്ഷേ ഡയറക്ഷൻ ഇനിയിപ്പോൾ മക്കളെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിങ്ങനെ നമുക്ക് ഈ വൈറ്റ് അടുപ്പിച്ച് സെൻറ്ററിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ദൂരേക്ക് ആക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ശരിയാണല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലെ തന്നെ ഏകദേശമായി. പക്ഷേ ബ്ലർ കുറച്ചുകൂടി കൂട്ടണം. അപ്പോൾ നമുക്കൊരു സ്പ്രെഡ് ആവണമെങ്കിൽ, ഒരു പുഷ് ആവണമെങ്കിൽ ബ്ലർ കുറച്ച് കൂട്ടുക. ഓക്കെ, ഏകദേശം. ഒരു ടീച്ചർ ഒരിക്കലും പറയില്ല ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ആയില്ല, ഒന്നും ഒരിക്കലും പറയാം. ഐഡിയ നിങ്ങൾക്ക് റേഡിയൽ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കാൻ മനസ്സിലാണ്, നോഡ് ഉപയോഗിക്കാൻ അറിയെങ്കിൽ മാർക്ക് കിട്ടിയോളൂ, കണ്ടാൽ ഏകദേശം ഉണ്ടാവണം. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇതിനെ ചുറ്റും ഒരു വേറൊരു ബൗണ്ടറിയും കൂടി. എൻ്റെ അമ്മ ഫാൻസി കപ്പാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യത്തെ സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, കൺട്രോൾ ഡീനേക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇനി അവനെ ഞാൻ ചെറുതാക്കുന്നു. ഓക്കെ, ചെറുതാക്കി അവിടെ ഇടുന്നു. ഇനി എനിക്ക് ആ വൈറ്റ് റൗണ്ട് മാത്രം മതി, നടുക്കത്തെ ഇത് വേണ്ട, കളർ വേണ്ട. അപ്പോൾ ഞാൻ ഫില്ല്, അത് ഈ സാധനം ഞാൻ നെക്കി, ഫില്ല് എക്സ് നെക്കി, ഫില്ലില്ല. സ്ട്രോക്കിലേക്ക് വരുന്നു, ഫ്ലാറ്റ് കളർ കൊടുക്കുന്നു, വൈറ്റ് കൊടുക്കുന്നു, വൈറ്റിൻ്റെ ഒപ്പാസിറ്റി 100 കൊടുക്കുന്നു, വൈറ്റ് മാക്സിമം ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു വൈറ്റ് കുറച്ച് കൂടി, വൈറ്റ് അല്ലേ ഇവർക്ക് ഡാർക്ക് ബ്രൗൺ അല്ലേ വേണ്ട, എൻ്റെ അമ്മേ. അപ്പോൾ കളർ മാറിപ്പോയി, കളർ ബ്രൗണിലേക്ക് പോട്ടെ. ഇപ്പോൾ ഏകദേശം സെറ്റ് അല്ലേ, ഏകദേശം. അപ്പോൾ നമ്മുടെ സോസർ എന്ത് രസമുള്ള സോസർ അല്ലേ. താഴെ അവരെന്തൊക്കെയോ വേറൊരു വട്ടം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതും കുശി. ഓക്കെ, അതിനുവേണ്ടി എന്താ, ഇവനൊന്നും കൂടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഈ പ്രാവശ്യം ഫ്ലാറ്റ് കൊടുക്കുന്നു കേട്ടോ. ഇത് സ്ട്രോക്ക് അല്ല വേണ്ട, ഫില്ലിൽ ഫ്ലാറ്റ് കൊടുത്തു. ഓക്കെ, ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ബ്രൗൺ ഫ്ലാറ്റാണ് വേണ്ടത്. ഓക്കെ, ഇനി പ്രശ്നം എന്താണ്, ഇവൻ ഏറ്റവും മുകളിൽ, ഏറ്റവും എല്ലാത്തിനും മേലെ, എനിക്ക് ഏറ്റവും താഴെയാക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ പാത്ത് നമുക്ക് നോക്കാം, നമുക്കൊന്ന് ഒരുമിച്ച് കണ്ടുപിടിക്കാം. പാത്തല്ല, ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് ഉണ്ട്. ഇപ്പം ഏറ്റവും മുകളിലാണ്, നമുക്ക് ഏറ്റവും താഴെ. അപ്പോൾ ലോവർ ടു ബോട്ടം. ഓക്കെ, അപ്പോൾ ലോവർ ടു ഏറ്റവും പുറകിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അവിടെ ഉണ്ടായിരുന്ന സാധനം ഏറ്റവും പുറകിൽ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, പേജ് ഡൗൺ നിൽക്കിയാൽ ആവുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലോവർ ടു ബോട്ടം കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് കീബോർഡ് വെച്ചിട്ട് ഞാൻ താത്തുന്നു. ഓക്കെ, ഇവൻ്റെ നമ്മൾ ഫ്ലാറ്റ് ആയിരുന്നല്ലോ കൊടുത്ത്, ആ ഫ്ലാറ്റ് കൊടുത്ത് ഞാൻ കളർ ഒരു ഇവൻ്റെ ഇത് കൊടുത്തു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാൽ ബ്ലാക്ക് കൊടുക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കുന്നു. ഓക്കെ,
ചെറുതാണ്. കൺട്രോൾ ഷിഫ്റ്റ് എനിക്ക് ഇപ്പോൾ കണ്ടോ, ഇത് ഈ സാധനം വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ കപ്പിൻ്റെ സോസറിൻ്റെ അടിയിലൊരു ഭാഗം ഉണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഇനി നമുക്ക് ബ്ലാക്ക് മാറ്റാം. ഓക്കെ, ബ്ലാക്ക് മാറ്റി ഞാൻ ഒരു ഡാർക്കർ ബ്രൗൺ കൊടുക്കും. എന്താ സോസർ, ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് അടിച്ചേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അറിയാണ്ട് ഇത് മാറി അത് മാറി പിന്നെ മനസ്സിലാവില്ല. അപ്പോൾ കൺട്രോൾ Z നിൽക്കാം. ഞാൻ ഇവരെ മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഗ്രൂപ്പ് നിൽക്കുന്നു കേട്ടോ. ഗ്രൂപ്പ് എവിടെ പോയി, ഗ്രൂപ്പ് എപ്പോഴും ചെയ്യും. അപ്പം ഇനി ഈ സോസർ ഒരു പീസാണ്. ഓക്കെ, ഭയങ്കര സിമ്പിൾ. ഇനി അവർ അൺഗ്രൂപ്പൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു മാറ്റം വരുന്ന അൺഗ്രൂപ്പ് നിൽക്കാൻ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട്. അപ്പോൾ സോസർ സെറ്റായി. ഇനി ഇടയ്ക്കൊന്ന് സേവ് ചെയ്യാം. ഞാൻ കൺട്രോൾ S നിൽക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം കൺട്രോൾ S നിൽക്കുമ്പോൾ ഇതാ കിട്ടുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത്, നിങ്ങളിപ്പോൾ ഞാൻ എന്താണ് കപ്പ് ആൻഡ് സോസർ സേവ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫോൾട്ടായിട്ട് SVG, ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യുന്നത് SVG ആണ് ഇങ്ക്സ്കേപ്പിൽ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടിപൊളി. നമ്മൾ റേഡിയൽ ഗ്രേഡിയൻ്റ് പഠിച്ചു, നമ്മൾ ലെയർ പഠിച്ചു, റേസ് ടു ലോവർ ലോവർ ടു ബോട്ടം ഒക്കെ പഠിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുക, നോക്കിയേ ഒബ്ജക്റ്റിൽ നോക്കിയേ ലോവർ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ, ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ, റേസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മേലെ, റേസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെ. ഓക്കെ, ആ സാധനങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, റെഡി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്ന് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ എന്താണ്, ഇവർ കളർ പാലറ്റിലേക്ക് വരുന്ന കളർ എങ്ങനെ സെലക്ട് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഷിഫ്റ്റിലേക്ക് കൺട്രോളിലേക്ക് ചെറുതാക്കി, അതൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇത് ഗ്രൂപ്പിങ്ങും ചെയ്തു. ഒബ്ജക്റ്റിൽ പോവുക, മെനുവിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ആക്കുക, സെലക്ഷൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഡ്രോയിങ് ദ ടീ കപ്പ്. ഇനി നമുക്ക് ടീ കപ്പിലേക്ക് വരാം. ടീ കപ്പിൽ ഇവർ പറയുന്നത് ഡിഫറൻസും പാത്തും അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പാത്ത് മെനുവിൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് മെയിനായിട്ട് പഠിക്കാനുള്ള സർക്കിൾ ടൂളും. ഓക്കെ, ഇനി അത് നിങ്ങൾ വേണം വായിച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ABCD ആ ഓർഡറിലേക്ക് പോകാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, അവനെ ഇങ്ങനെയാക്കുന്നു, ഇവിടെ ഇങ്ങനെ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു, അതെ എന്നിട്ട് ഈ ABCD എന്ന് ഇവിടെ ഈ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് വേറെ സർക്കിൾ വെച്ച് കട്ട് ചെയ്യുന്നു. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവനെടുത്തിട്ട് ഇവിടെ വെക്കാം, നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു സർക്കിളിൽ ഒരു കൺട്രോൾ ഞെക്കിയാൽ എനിക്ക് കറക്റ്റ് സർക്കിൾ കിട്ടി. ഓക്കെ, കറക്റ്റ് സർക്കിൾ കിട്ടി, ആയിക്കോട്ടെ. കറക്റ്റ് സർക്കിൾ കിട്ടി. അവന് റേഡിയൽ ഗ്രേഡിയൻ്റ്, അവനെ ഞാൻ സെലക്ഷൻ ടൂളിലേക്ക് സെലക്ഷൻ കൊടുത്തു. ഇനി സാറേ ഇത് കണ്ടില്ല എന്താ ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റിൽ പോവുക, ഫിൽ ആൻഡ് സ്ട്രോക്ക്. ഇനി എന്താണ്, റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു. ഓക്കെ, കളർ പക്ഷേ എങ്ങനെയാണ് വേണ്ടത്, നടുക്കിൽ ഇത്. അപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, നടുക്കിൽ ആ സാധനം നെക്കി വൈറ്റ് കൊടുത്തു, പുറമേ ഉള്ള നോഡ് നെക്കി, എന്നിട്ട് ബ്രൗൺ കൊടുത്തു. ബ്രൗൺ ആവുന്നില്ല, എന്താ ചെയ്യുക, ഒപ്പാസിറ്റി 100. ഇനി പക്ഷേ ഇങ്ങനെയല്ലല്ലേ, നമുക്ക് ഒരു കറക്റ്റ് റൗണ്ട് അല്ല വേണ്ടത്, ഇവനെ താത്തി ഇവിടേക്ക് കൊടുത്തുന്നു, ഇവനെ നമുക്ക് നീട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ബുക്കിൽ കാണിച്ച പോലെ ഏകദേശം അല്ലേ, റെഡി. ഇനി എന്താ, C എന്ന് പറയുമ്പം വേറൊരു ഇങ്ങനെ എലിപ്സ് പോലെ അല്ലേ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യണം. അതാണ് ഷേപ്പ് ഡിഫറൻസ്. ഇനി ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ കിട്ടി, നമുക്ക് ഷേപ്പ് ഒരു മാറ്റം വരണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എലിപ്സ് എടുക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, എന്താ കളറൊന്നും വരാത്ത, വൈറ്റ് ആണോ കളറ്? ഓക്കെ, ഇങ്ങോട്ട് വരിക. ഓക്കെ, ഞാൻ ഒരു സാധനം വരച്ചു, പക്ഷെ ഒന്നും വന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ വന്നു. ഓക്കെ, കളറൊന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ ഭാഗം ഓക്കെ, നമുക്ക് എന്താണ്, ഒരു കപ്പ് വരണമെങ്കിൽ ഏകദേശം ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഷേപ്പ് ഞാൻ വെച്ചു. ആ കപ്പ് വരണമെങ്കിൽ കുറച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ വെച്ചു. ഓക്കെ, മേൽഭാഗം ഇങ്ങനെ ബാക്കി വരുന്നത് കേട്ടോ, അതും കൂടി കട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി മേലെ വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഏകദേശം ഒരു കപ്പ് പോലെയൊക്കെ ഉണ്ടാവും തോന്നുന്നു അല്ലേ, കുറച്ചുകൂടി കട്ട് ചെയ്യാൻ വേണം. ഓക്കെ, കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ വലുതാക്കാം. ഓക്കെ, ഇത് ഞാൻ കട്ട് ഇതിൽ നിന്ന് ഇത് ഒഴിവാക്കണം, A-B. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞെക്കി, ഞാൻ ആദ്യം കപ്പ് ഞെക്കി, പിന്നെ കട്ട് ചെയ്യാനുള്ള ബാങ്ക് ഞെക്കി, പാത്തിൽ വരുന്നു. നമുക്ക് പാത്ത് മക്കളെ ഒന്നുകിൽ ഒരുമിപ്പിക്കുക, ഒരേ ഷേപ്പ് ആക്കുക, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറയ്ക്കുക. അപ്പോൾ ഡിഫറൻസ് ഞെക്കി കഴിഞ്ഞു. അപ്പോൾ മക്കളെ A-Bയും B-Aയും ഡിഫറൻ്റ് ആണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഈ പിക്ചർ ഞെക്കിയിട്ട് ഇത് ഞെക്കിയാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഒബ്ജക്റ്റിലല്ല, പാത്തിൽ എന്താണ്, പാത്തിൽ ഡിഫറൻസ് എന്താ വരിക, തിരിഞ്ഞു, കുഴപ്പമില്ല, മേലുള്ള ആൾ കട്ടാം ബേസിക്കലി. ഓക്കെ, അപ്പം നമ്മൾ കട്ട് ചെയ്ത് ഈ ഷേപ്പ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് കിട്ടി, അടിപൊളി. അപ്പോൾ കപ്പിൻ്റെ ഈ ഭാഗം കിട്ടി. അപ്പോൾ ABC കഴിഞ്ഞു. C കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്, ആ കട്ടായ ഭാഗത്തിൻ്റെ ഇടയ്ക്ക് ആ നേരത്തെ സർക്കിൾ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നില്ലേ, നേരത്തെ ആ ഓവൽ ഷേപ്പ് അത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് അൺഡു ചെയ്യുക മക്കളെ, ഇപ്പോൾ അൺഡു ചെയ്യുക. ഈ സാധനത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്ത് വെച്ചു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞാൻ ഇവിടെ വെച്ചു, കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് അത് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഷേപ്പ് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഡിഫറൻസ് കൊടുത്തു. ഇനി ഈ സാധനം കൊണ്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഈ സാധനം കൊണ്ട് ഇവിടെ വെച്ച് ഏകദേശം. ഓക്കെ, ഏകദേശം ഇതാ കറക്റ്റ് ഷേപ്പാണ്. ഇനി നമുക്കെന്താ കപ്പ് ഫില്ലാവുന്ന പോലെ അല്ലേ, കപ്പ് ഫില്ലാവുന്ന. അപ്പോൾ ഞാൻ കൺട്രോൾ ഷിഫ്റ്റിനേക്ക് ചെറുതാക്കുന്നു. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റിനേക്ക് ചെറുതാക്കുന്നു, കുറച്ചുകൂടി വലുതാക്കണം. കുറച്ചുകൂടി ആ വളവൊക്കെ ശരിയാക്കി ഞാൻ കൺട്രോളൊക്കെ വിട്ട് വളവൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. കപ്പാണെന്നുള്ള പോലെ തോന്നണം. ഓക്കെ, ഓക്കെ, അത്രയും കിട്ടി. ഇനി എന്താ വേണ്ടത്, ഇവൻ്റെ ബേസിക്കലി ഇങ്ങനെ നടുക്കിൽ വൈറ്റും പുറമേ ഒരു
ഇതാണ്. അപ്പോൾ ഔട്ട്ലൈനാണ് വേണ്ടത്. അപ്പം ഇവനെ നെക്കി, ഫില്ല് ഞാൻ എക്സ് കൊടുക്കുന്നു, സ്ട്രോക്ക് ഞാൻ ഫ്ലാറ്റ് കൊടുക്കുന്നു. ആൻഡ് എന്താ നമുക്ക് മുട്ടിക്കുക അല്ലേ, മുട്ടിച്ചിട്ട് നമുക്ക് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. മാച്ച് ഷേപ്പായിട്ടൊന്നും അത്ര അങ്ങ് ശരിയാവുന്നില്ല. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ശരി, കുറച്ചൊരു അറ്റം കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ പുതിയ സ്റ്റൈൽസാണ് ട്രെയിൻ. ഓക്കെ, അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് ചാടാതിരിക്കാൻ നല്ലത് അല്ലേ, പുറത്തേക്ക് ചാടാതിരിക്കാൻ നല്ലത്. ഓക്കെ, നമുക്ക് ഇത് ഇവിടുന്ന് കുറയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് താത്താം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത പോലെ നടുക്കിൽ ഫില്ല് ഞാൻ എന്ത് ചെയ്യുന്ന വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ അറിയോ മറ്റേ ബാക്കിയൊക്കെ ചാടി വരും. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ കപ്പ് പോലെ. ഇനി വേണമെന്ന് ഗ്രൂപ്പ് ചെയ്തേക്ക്. അല്ല ഇനി എന്താണെന്ന് വെച്ചാൽ അറിയാണ്ട് ആ ചുണ്ട് മാത്രമൊക്കെ ഇളകിപ്പോയി കുറച്ച് പ്രശ്നം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഇനി ഞാൻ എന്താ ഈ പേജിൽ നിന്ന് പോകും. ഇതേണ്ട് കപ്പിൻ്റെ സോസറിൻ്റെ ഇതും പിടിക്കണം. ഓക്കെ, പാത്തും ഡിഫറൻസും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പാത്തിൽ പുട്ട് ഓൺ ടെക്സ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാ പഠിക്കും. ഓക്കെ, സോസർ എങ്ങനെയാണ്, സോസറിൻ്റെ എന്താ സ്റ്റെപ്പ് ഓഫ് ഡ്രോയിങ് സോസർ നമ്മൾ കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ ഹാൻഡിൽ ഓഫ് കപ്പ്. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ഹാൻഡിലാണ് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ വരയ്ക്കുന്നു, സ്ട്രോക്ക് ഇത് AB ഇങ്ങനെയാണ് അല്ലേ, നടുക്കിൽ ഒഴിവാക്കുന്നു. അപ്പം ഈ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കുറേ ക്വസ്റ്റ്യൻ വരും. Aയിൽ നിന്ന് Bയിലേക്ക് പോകുമ്പോൾ ഒരു ഓവൽ വരച്ചു, അതിൻ്റെ നടുഭാഗം ഒഴിവാക്കുന്നു. അപ്പോൾ സാറേ എന്തുകൊണ്ട് സ്ട്രോക്ക് ഉപയോഗിച്ചില്ല ഇവിടെ, ആർക്കെങ്കിലും പറയാൻ പറ്റും? എനിക്ക് കപ്പിൻ്റെ സോസർ ഉണ്ടാകുന്ന നോക്കി ശ്രദ്ധിച്ചു കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനൊരു ഇത് വരച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ സാധനം നോക്കി, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാക്കുമ്പോൾ സ്ട്രോക്ക് ഇല്ലായിരുന്നു, ഫില്ലിങ്ങിന്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനമായിരുന്നു. ഓക്കെ, ഇനി എന്തുകൊണ്ട് അവർ ഫില്ല് ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് അങ്ങ് കൊടുത്തില്ല, എന്തുകൊണ്ടായില്ല എന്ന് ഞാൻ പറയാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിൻ്റെ പകുതി ഭാഗം മതി അല്ലേ, ഇതിൻ്റെ പിടി എനിക്ക് പകുതി പോരെ, കുറച്ച് പോരെ. അപ്പോൾ എന്താ സ്ട്രോക്ക് കട്ടി കൂട്ടണേ, സ്ട്രോക്ക് സ്റ്റൈലിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്ത് പ്ലസ്സും കൊടുക്കുക. ഓക്കെ, വിടുത്ത് പ്ലസ് കൊടുക്കുക. അപ്പോൾ പ്ലസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് അവർ ചെയ്യുന്നില്ല നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എയും ബിയും ഞാൻ സ്കിപ്പ് അടിച്ച് സിയിലേക്ക് അങ്ങ് വന്നു. ഇനി എന്താണ്, ഒരു സർക്കിൾ വെച്ചിട്ട് ഞാൻ പാത്ത് ഡിഫറൻസ് ടൂൾ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഓക്കെ, കറക്റ്റ് കട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ സർക്കിൾ വരയ്ക്കുന്നില്ല, ഞാൻ ഇവൻ്റെ ഒരു കോപ്പി എടുത്തു. ഓക്കെ, ഇവൻ്റെ ഒരു കോപ്പി എടുത്ത് കട്ട് ചെയ്തു. ഓക്കെ, ശരിക്കും കൊണ്ട് പുറകിൽ വെച്ചാൽ മതി, ആരും അറിയില്ല, പക്ഷെ എന്നാലും ടെക്സ്റ്റ് ബുക്ക് വരണം. അപ്പോൾ ഞാൻ അപ്പോൾ നമുക്ക് ഇവനെ മേലെ വരണം അല്ലേ നമുക്ക് നോക്കാം. ഇപ്പം കപ്പാണ് മേലെ, സോസർ ഇത് താഴെ. അപ്പോൾ ഇത് രണ്ട് നെക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പാത്തിൽ വരുന്നു, ഡിഫറൻസ് നിൽക്കുന്നു. ഡിഫറൻസ് ആണെന്ന് എന്താ സംഭവിക്കുക, ഒന്നും നടന്നില്ല. തിരിച്ചേക്ക് ഇവനെ നെക്കിയാൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പായ ഒബ്ജക്ട്സിനെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്നു കേട്ടോ. പാത്ത് ഡിഫറൻസ് ഇല്ല, നടക്കുന്നില്ല. അപ്പോൾ ഇത് നടക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു സർക്കിൾ, ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ പോലെ വെറുതെ ഒരു സർക്കിൾ വരയ്ക്കാം. അതിന് ഫില്ല് ഒരു മഞ്ഞ കൊടുക്കാം, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അവന് സ്ട്രോക്ക് വേണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും നിൽക്കുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് പാത്തിൽ ഡിഫറൻസ്. ഓക്കെ, ഇതാണ് പ്രശ്നം. ഡിഫറൻസ് ആയി, പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്താ, അവർക്ക് ബൗണ്ടറി വേണം അല്ലെ, ബോർഡർ വേണം. അപ്പോൾ ഈ ഭാഗം വേണമെന്ന് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ല, അവൻ ആ ഭാഗം വേണ്ട. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് കൊടുത്തിട്ട് ഡിഫറൻസ് ചെയ്യണം, സ്ട്രോക്ക് കൊടുത്ത് നമ്മളൊരു ഭാഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ കട്ടാവുന്ന ബോർഡറിലും എന്ത് വരും, ഈ ഷേപ്പ് വരും, അത് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തത്, ഇവിടെ സ്ട്രോക്ക് ഉപയോഗിക്കാത്തത്. ഓക്കെ, സ്ട്രോക്ക് ഉപയോഗിച്ചാൽ സ്ട്രോക്ക് വീണ്ടും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് അടിക്കുന്നു, ഇത് നമുക്ക് വേണ്ട, ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് എടുക്കുന്നു, നമ്മൾ സ്ട്രോക്ക് ഐഡിയാണ്, സ്ട്രോക്ക് ഒഴിവാക്കി നമ്മൾ ഫില്ല് കൊടുക്കുന്നു. നോക്കാം, നമ്മൾ ഫില്ലിലേക്ക് വരുന്നു, സ്ട്രോക്ക് ഒഴിവാക്കി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രൗണിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും കളറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പിക്കർ ടൂളിലേക്ക് വരെ നമുക്ക് ഇതിന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ആ കളർ കിട്ടി. ഓക്കെ, ഇനി ഇത്രയും കിട്ടി. ഇനി ഇവരെന്താണ് ചെയ്തത്, ഇവർ നടുക്കിൽ ഒരു സർക്കിൾ കൊണ്ടിട്ടു, നടുക്കിലൊരു മഞ്ഞ സർക്കിൾ കൊണ്ടിട്ടു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നടുക്കിലൊരു മഞ്ഞ സർക്കിൾ കൊണ്ടിട്ടു. ഓക്കെ, നമുക്ക് ഈ സർക്കിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ അങ്ങനെ എന്താ, ബേസിക്കലി സ്ട്രോക്ക് പോലെ ആയി, പക്ഷേ സ്ട്രോക്ക് അല്ല. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സ്ട്രോക്ക് പോലെ. ഇപ്പോൾ ഇവനെ നെക്കി. ഓക്കെ, ഒബ്ജക്റ്റിൽ പാത്തിൽ ഡിഫറൻസ് നിൽക്കുന്നു, ഡിഫറൻസ് നെക്കി പോയി. ഇനി ഞാൻ എന്താണ്, ഒരു സർക്കിൾ വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ കപ്പിൻ്റെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ ബോർഡർ ഒന്നും കൂടി വരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം എന്താ, ആ ഭാഗം അങ്ങനെ തന്നെ വന്നു. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവനൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടി ഞെക്കിയാൽ തിരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും സാർ ഇത് മേലെ നിൽക്കുമ്പോൾ ഒരു ബോറാണ്, എന്താ ചെയ്യുക, നമ്മൾ ഒബ്ജക്ട്സിലേക്ക് വരുന്നോ, ലോവർ ടു ബോട്ടം. അപ്പോൾ കപ്പിൻ്റെ അപ്പുറത്താണ്, ഒരാളൊന്നും കാണാൻ പോകുന്നില്ല. ഓക്കെ, റെഡി, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും ചെയ്തു, ഡിഫറൻസ് ടൂൾ ഉപയോഗിച്ച് സംഭവിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ഉപയോഗിക്കാതെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. സ്ട്രോക്ക് ഉപയോഗിച്ചാൽ വീണ്ടും ഒരു ബോർഡർ വരും, അത് നമുക്ക് കുറേ സ്ഥലത്ത് ആവശ്യം വരില്ല.
ഇനി എന്ത് ചെയ്യുക, ബേസിക്കലി ഫില്ലിംഗ് വിത്ത് ടീ, ഒരു ചായൻ്റെ കളർ എടുത്തിടുക, കഴിഞ്ഞു. അത് നടുക്കിൽ കൊണ്ടിടുക, ഗ്രൂപ്പ് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഇമേജസിലേക്ക് വരാം, ഫൈനൽ സെറ്റിലേക്ക് വരാം. ഞാൻ ഷിഫ്റ്റ് മൈനസിലേക്ക് സൂം ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ സോസർ കുറച്ച് ചെറുതായി കൂടിപ്പോയി. ഇവരെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കേൾക്കുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് കേൾക്കുന്നു, ഗ്രൂപ്പ് വെക്കുന്നു, ഇവനൊന്ന് ചെറുതാക്കുന്നു, കൺട്രോളിലേക്ക് ചെറുതാക്കണം കേട്ടോ. ഇവനെ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം മാച്ചാണ്. വലുതാക്കുന്നു. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റിനേക്ക് വലുതാക്കി. ഇനി എന്താണ് വേണമെങ്കിൽ ചായയും കൂടി ഇങ്ങ് ഫില്ല് ചെയ്യാം. ചായ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എലിപ്സ് ടൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയും മതിയല്ലോ ചായ അല്ലേ? അതിന് ചായ കളർ കൊടുക്കണം അല്ലേ? ചായ കളർ നമുക്ക് ഓറഞ്ചിലേക്ക് വരാം. ഒരു ചായയാണ്. ഓക്കെ, അത് ഇവിടെ തട്ടണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, തട്ടി കൊടുക്കാം. ഓക്കെ, ആ 3D എഫക്റ്റ് കാണാം. ഇത്രയൊക്കെ മതി. ഓക്കെ, ഇത്രയൊക്കെ ചായ മതി. ഓക്കെ, ചായ ഫില്ലായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഓവൽ ഷേപ്പ് കിട്ടി. ഇന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറയാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തു. ഇവരെയും കൂടി ഞെക്കി ഗ്രൂപ്പ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്. ഓക്കെ, കൺട്രോളിനേക്ക് നമുക്ക് വേറെ ഒന്നും ഗ്രൂപ്പ് ആവാത്തില്ലല്ലോ, അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ഗ്രൂപ്പായി. കണ്ടോ, ഗ്രൂപ്പായിട്ട് ഇപ്പോൾ സേവ് ചെയ്യണേ. ഗ്രൂപ്പിംഗ് ദ സോസർ ബ്ലാബ്ലി ബ്ലൂ. അടുത്ത പേജ്. ഇനി സ്റ്റീമിംഗ് ടീ. നമുക്ക് എന്താ ചായ വരയ്ക്കണമെങ്കിൽ ഇവർ പറയുന്നത് 2-3 വരകൾ വരയ്ക്കുക, അവർ ബ്ലർ ചെയ്യുക. കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ. ഏതാ കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ? ഇതാ ഇത് ഇങ്ക് പെന്ന് പോലത്തെ ഇവനെടുക്കുക. ഓക്കെ, ഇവനെടുക്കുക, 3 വരകൾ വരയ്ക്കുക. ഓക്കെ, 3 വരകൾ വരയ്ക്കുക. അത് കളർ എവിടെ നിന്ന് സെലക്ട് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇഷ്ടമുള്ള പോലെ ചെയ്താൽ കളർ നമുക്ക് പിന്നെ മാറ്റാം. ഓക്കെ, അപ്പോൾ കാലിഗ്രാഫിക് ടൂൾ എടുക്കുന്നു. എന്നിട്ടുണ്ടെങ്കിൽ 3 വരകൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, 3 വരകൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അത് വലിയ വരയൊന്നും നമുക്ക് ബേസിക്കലി എന്തെങ്കിലുമൊക്കെ ഒന്ന് വര മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫില്ലൊക്കെ മാറ്റാം കേട്ടോ. ഇതാ ജാവേൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അവരെ സെലക്ട് ഓൾ ഓഫ് ദം ടുഗദർ, ഗിവ് സ്യൂട്ടബിൾ കളർ. എന്നിട്ട് ഇവരെ സെലക്ട് ചെയ്ത് 3 എണ്ണത്തിനും കൂടി. എന്നിട്ട് എന്താണ് ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വരിക. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ബ്ലർ കണ്ടോ താഴെ? ബ്ലർ കൊടുക്കും. ആവി വന്നോ? ആവിയുള്ള പോലെ. ഇപ്പോൾ ആവിയുള്ള പോലെ അല്ലേ? ഐ എം സോറി. ബേസിക്കലി എന്താണ്, ഇപ്പം ഞാൻ ഓവർ ബ്ലർ കൊടുക്കുമ്പോൾ കാണുന്നില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കുറച്ചുകൂടി കട്ടിയുള്ളൊരു ഇത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ കാലിഗ്രാഫിക് ടൂൾ എടുക്കുന്നു. ഇനി വേണം വിഡ്ത്ത് കുറച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ചുകൂടി നമുക്ക് എന്താണ് ബ്ലർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവന്മാരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. കാരണം ബ്ലർ ചെയ്യുമ്പോൾ അവസാനം എല്ലാം കൂടി പോയി. ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റീമൊക്കെ ഉള്ള പോലെ വേണം. കുറച്ചുകൂടി വലുതായി കേട്ടോ എല്ലാം കൂടി. ഇപ്പോൾ ആവി ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടല്ലേ? ഈ ആവി കുറച്ച് ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വരണം അല്ലേ? ഓക്കെ, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവർക്ക് കുറച്ചുകൂടി അവർ ചെയ്ത ബ്ലർ എന്ന് പറഞ്ഞാൽ വട്ടം പോലെ ഒരു ബ്ലറാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ബ്ലറാക്കും. ഇതാണ് ആവി. എന്താ ആവി! ഏതെങ്കിലും ചായ കമ്പനീൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഡിസൈനറായിട്ട് വേണം എന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ ഗ്രൂപ്പ് ചെയ്യുക. കൺട്രോളിനേക്ക് ഗ്രൂപ്പിനേക്ക്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ സെലക്ട് ആവണം കേട്ടോ, ഗ്രൂപ്പിനേക്ക്. പിന്നെ ഇവരെപ്പോഴും ആവിൻ്റെ കൂടെ പോകുള്ളൂ. അതോടെ എനിക്ക് വന്ന് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇനി ആഡിങ് ടെക്സ്റ്റ്. ചാപ്റ്റർ കഴിഞ്ഞില്ല, കപ്പ് ആൻഡ് സോസർ കഴിഞ്ഞു. ഇൻസ്കേപ്പ് ആസ് എ ടൂൾ ടു എഡിറ്റ് ദ ടെക്സ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബേസിക്കലി എന്താണ്, ഇനി നമുക്ക് ലോഗോയിൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞ ടൂള്. അതിനൊക്കെ ഗിവ് സ്യൂട്ടബിൾ സൈസ് ബ്ലാബ്ലി ബ്ലൂ, ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ഡിഫറെൻറ്റ് ഇമേജ്, മൂവ് ഇൻ സച്ച് മാനർ. അപ്പോൾ എനിക്ക് ഫോട്ടോ കാണണമെന്നില്ല. ബേസിക്കലി ഇവരെന്താണ് ചെയ്യുന്നത്? ഈ സാധനം ചെയ്യണം. ടേസ്റ്റ്. അപ്പം മക്കളെ, ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ. എൻ്റെ അമ്മേ, നമുക്ക് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ്. അത് നമുക്ക് ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് ദ റിയൽ നേച്ചർ ഓഫ് ടേസ്റ്റ്. എന്താ ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ? റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ അല്ലേ? ഇവിടെ പോയി സാധനം. ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ. റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോളിനേക്കിട്ട് വലുതാക്കുന്നു. ഓക്കെ, ഇനി ബോൾഡാക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്ത് നിൽക്കുക. ഇവിടെ നോർമൽ മാറ്റിയിട്ട് ബോൾഡാക്കാം. ബോൾഡാന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ടൊരു ബോൾഡാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ പെട്ടി ഉണ്ട്. അപ്പം നമുക്കൊരു പെട്ടി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ ആക്കണത്. ഒരു ഗ്രീനിലേക്ക് വരുന്നു, ഡാർക്ക് ഇങ്ങോട്ടേക്ക് ആക്കുന്നു. ഏകദേശം ഓൾമോസ്റ്റ്. ഓക്കെ, ഇത്രയൊക്കെ മതി. ഇനി അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് വേണേൽ അതിലെനിക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. ബേസിക്കലി നിങ്ങൾ അത് കൊണ്ടിട്ട് ഈ ടൂൾ കൊണ്ടിട്ട് ഇതിലെനിക്കാൽ ടൈപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ മേലെ. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് ഇവിടെ വെച്ചാലും മതി. അയ്യോ, ഇത് താഴെയായപ്പോൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിൽ വരിക, റേസ് ടു ടോപ്പ്, ഏറ്റവും മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റേസ് ടു ടോപ്പ്. ഓക്കെ, റെഡി. ടാസിന്നായി പോലെ ടേസ്റ്റായി. ഓക്കെ, ടേസ്റ്റ് ഓഫ് നേച്ചർ. ഇതൊക്കെ എല്ലാത്തിനും സൊല്യൂഷൻ പറയാം. നിങ്ങളുടെ മനസ്സിൽ കുറേ സാധനങ്ങൾ പോകുന്നുണ്ടെന്ന് പറയാം. ഇത് വേണം നമുക്ക് മെലിയിച്ച് ഇങ്ങനെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, അത് ബോറാവാതിരുന്നാൽ മതി. ഓക്കെ, ഇത്രയും കിട്ടി. അതൊരു ലൈറ്റ് ഗ്രീനാണ് അതിൻ്റെ കളർ. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് ഗ്രീൻ എടുക്കാം. ഓക്കെ, നമുക്ക് ലൈറ്റ് ഗ്രീൻ എനിക്കൊന്ന് ഇതിൽ ഫില്ല്. അതിനേക്ക് ഫില്ല്. ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ലൈറ്റ് മതി അല്ലേ? ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര. ഓക്കെ,
കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, തൊട്ട് താഴെ ഒരു ബ്ലാക്ക് ബോർഡർ നിങ്ങൾ കാണാം, ഇതൊരു ഷാഡോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ഇവൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, കൺട്രോൾ ഡീനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത സാധനം എപ്പോഴും മേലെ ആയിട്ട് വരിക. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്, കൺട്രോൾ സൂം കൺട്രോൾ ഷിഫ്റ്റ് മറിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, നോക്കിയാൽ മേലെയുള്ള ആൾ ഗ്രീൻ തന്നെയാണെങ്കിൽ ബാക്കിലുള്ള ആളെ സെലക്ട് ചെയ്തേ, ബാക്കിലുള്ള ആളെ ഞാൻ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു, ബ്ലാക്ക് കൊടുത്തു, കഴിഞ്ഞ പരിപാടി, സിമ്പിൾ. ഓക്കെ, സിമ്പിൾ പരിപാടി. ഇനി മേലെയുള്ള ആളെ സെലക്ട് ചെയ്തോ. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മേലുള്ള ആളെ മാറ്റി വെച്ചു എന്നിട്ട് ബാക്കിലുള്ള ആളെ സെലക്ട് ചെയ്തോ. ഓക്കെ, ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ. ഇനി നമുക്ക് അവരൊന്ന് സെൻറ്ററൊക്കെ ആക്കി, ഞാൻ പൊതുവേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയാറില്ല, നമുക്ക് ഇവരൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ 3 ആൾക്കാരെ സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻ ടൂൾ ഉണ്ടാവും, നമുക്ക് ഇവിടെ സെൻറ്റർ അലൈൻ്റെ ടൂൾ എവിടെയാണ് വരുന്നത്, ഒബ്ജക്റ്റിൽ മിക്കവാറും ഉണ്ടോ, ഒബ്ജക്റ്റിൽ, പാത്തിൽ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ സെൻട്രൽ ലൈനിൻ്റെ ഒരു ടൂളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്കൊക്കെ ഉണ്ടാവുക ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സെൻട്രൽ ടൂളായിട്ടും കാണുന്നില്ല, റേസ്റ്റ് ബോട്ടം റേസ്റ്റ് ടൂളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് വലിയ ഇമ്പോർട്ടൻ്റ് ആക്കണ്ട, എനിക്കത് ചെയ്താൽ വൃത്തിയായിട്ട് തോന്നുമായിരുന്നു. ഇവിടെ ശരിക്കും വരേണ്ടതാണ്, ഇവിടെ എവിടെയോ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. യെസ്, കിട്ടി, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് കൊടുത്താൽ ഞാനിപ്പോൾ 3 എണ്ണം സെലക്ട് ചെയ്തു, എനിക്ക് നടുക്കിലേക്ക് ആ 3 എണ്ണം ഒരുമിച്ച് നടുക്കിലുണ്ടാണ്. അപ്പോൾ എന്താണ് ഈ സാധനം സെലക്ട് ചെയ്തു. ഓക്കെ, ഈ സാധനം, അപ്പോൾ 3 എണ്ണം നടുക്കിലേ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി അതിനെപ്പറ്റി ടെൻഷനില്ല. ഇനി ഞാൻ 3 ഗ്രൂപ്പ് ചെയ്യാണ് കേട്ടോ, അവന്മാരെ എനിക്കൊരു മാറ്റാൻ വരുത്തണ്ട, ഗ്രൂപ്പ്. അപ്പോൾ അത് നടുക്കിലായി. ഓക്കെ, അപ്പോൾ അത് നടുക്കിലായി ഇങ്ങനെ കിട്ടിക്കോളും. ഞാൻ കൺട്രോളിലേക്ക് വലുതാക്കി എപ്പോഴും അതിൻ്റെ വൃത്തിയിൽ വലുതായിക്കോളും. ഓക്കെ, അപ്പോൾ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അതാണ് എനിക്ക് വേണ്ടത്, അലൈൻ ആൻഡ്, അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലേക്ക് വരുന്നു. ഇനി നമുക്ക് എന്താ, കുടുംബശ്രീ ഇനീഷ്യേറ്റീവ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, കുടുംബശ്രീ ഇനീഷ്യേറ്റീവ്. അത് നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ബേസിക്കലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇവനെടുത്ത് ഇവിടെ ഇടാം. ഓക്കെ, ഇവനെടുത്ത് ഇവിടെ ഇടാം. നമുക്കൊരു വളവ് വേണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, കൺട്രോളൊക്കെ സർക്കിൾ വരയ്ക്കുന്നു, കൺട്രോൾ വെറും സർക്കിൾ. ഇനി നമുക്കൊരു സെമി സർക്കിളാണ് വേണ്ടത്. സെമി സർക്കിൾ വരയ്ക്കാൻ 2-3 രീതിയുണ്ട്. നോഡ് വെച്ചിട്ട് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് വരാം. ഓക്കെ, നോഡ് വെച്ചിട്ട് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ സ്റ്റാർട്ടും എൻഡും കണ്ടു. സ്റ്റാർട്ടും എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി സ്റ്റാർട്ട് 0 ഡിഗ്രി, എൻഡ് 0 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി തീരണം. ഞാൻ സ്റ്റാർട്ടിലുണ്ടെങ്കിൽ 180 ഡിഗ്രി കൊടുത്താൽ ഇത് കിട്ടും. 180 ഡിഗ്രി എന്ന് പോലെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ എൻഡിൽ 180 ഡിഗ്രി കൊടുത്താൽ എന്താ, താഴെ കിട്ടും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ സാർ താഴെ ഈ സാധനത്തിനെ കിട്ടിയാൽ നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റിലേക്ക് തിരിച്ച് കൺട്രോളിലേക്ക് തിരിച്ച് ഇങ്ങനെയൊക്കെ ആക്കാം. ഓക്കെ, ഒന്നെങ്കിൽ സ്റ്റാർട്ടിൽ 180 കൊടുക്കുക, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, ഇനി എന്താണ്, ഇവനെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എന്താ ടൈപ്പ് ചെയ്യാൻ പോവാണ്, എന്താണ്, കുടുംബശ്രീ ഇനീഷ്യേറ്റീവ്. കുടുംബശ്രീ ഇനീഷ്യേറ്റീവ്. ഓക്കെ, അവനെ നമുക്ക് റെഡാക്കാം. ഓക്കെ, റെഡാക്കി ബോൾഡാക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ നിൽക്കുന്നു, ബോൾഡാക്കി. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മേലെ ഇടണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവർ എൻ്റെ ഓർമ്മ ശരിയാണ്, 2 കൂടി നിൽക്കിയിട്ട് പാത്തിൽ വരിക, പുട്ട് ഓൺ പാത്ത് അല്ലേ. പുട്ട് ഓൺ പാത്ത് എവിടെ വരുന്നത്, ഒന്ന് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കട്ടെ. പുട്ട് ഓൺ പാത്ത് ഇൻ ടെക്സ്റ്റ് മെനു. ടെക്സ്റ്റ് മെനു, പാത്ത് മെനു അല്ല കേട്ടോ. ഇത് 2 നെക്കി, എന്നിട്ട് എന്താ ടെക്സ്റ്റ് മെനുവിൽ പുട്ട് ഓൺ പാത്ത്. ആ പാത്തിലേക്ക്, ആ വളവിലേക്കായി. ഓക്കെ, ബേസിക്കലി ഇത് നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ്, ഫോണ്ട് സൈസൊക്കെ കൂട്ടിയാൽ എന്താ, ഫോണ്ട് സൈസ് ഇവിടുന്ന് 43 വെച്ചിട്ട് 56 ആക്കി, കുറച്ചുകൂടി ആയി. വേണേൽ കുറച്ചുകൂടിയും കൂട്ടാം, ഒരു 72 ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ കുറച്ചിങ്ങനെ സ്പേസ് അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കാം. ഇനി അവർ കുറച്ചുകൂടി സ്പേസിങ് ഉണ്ടല്ലോ അവരെ ലെറ്ററിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ലെറ്ററിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് കൂട്ടണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. സ്പേസിങ് കൂട്ടണമെങ്കിൽ എനിക്കൊന്ന് ഇത് നിൽക്കാം. ഇതാണ് ഏതാണ്ടല്ലേ, അടുത്തടുത്തുള്ള ലെറ്റർ തമ്മിൽ സ്പേസ് നമുക്ക് 0.1 കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടി വേണം കൂട്ടാം. കൂട്ടി കൊടുത്തോ. എനിക്ക് നമുക്ക് എന്നിട്ടുണ്ട് ഇതും ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ വേറെ സാധനം, ഹൊറിസോണ്ടൽ കേർണിങ്. ഇതെന്താണ്, സ്പേസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ്. അതന്നെ നമുക്ക് കൂട്ടണ്ട. ഇത് കൂട്ടുക, കുറച്ച് നന്നായിട്ട് കൂട്ടുക. എന്നിട്ട് വേണം ഇവിടെ എന്താ 2-3 സ്പേസൊക്കെ കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം മാച്ച് ആയിരുന്നു 2 സൈഡിലും. ഓക്കെ, 2 സൈഡിലും മാച്ച് ആയി. ഇനി വേണമെങ്കിൽ ഒന്ന് സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. സെൻട്രൽ ലൈൻ വേണ്ട, സെൻട്രൽ ലൈൻ ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ ഷേപ്പൊക്കെ ആവും. ഓക്കെ, ഇനി നിങ്ങളെപ്പോഴെങ്കിലും അവിടെ നിങ്ങളുടെ ഈ ഫോട്ടോയിലൊരു കറുത്ത സർക്കിൾ കാണുന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ല്, ഇവനെ നിൽക്കുക, ഒന്നുകൂടി വെക്കിയിട്ട് ഇവനെ നിൽക്കുക. നമുക്ക് ഈ ഇതാണ് അവൻ്റെ ഫില്ല് കൊടുക്കണ്ട. ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. ഷിഫ്റ്റേക്ക് സൂം ഔട്ട് ചെയ്യുക, ഇവനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുക്കുക, കഴിഞ്ഞ പരിപാടി. കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്താ സ്റ്റൈൽ. ഇനി നമുക്ക് ഇവനും എല്ലാവരും കറക്റ്റ് അലൈൻ വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ഒബ്ജക്റ്റിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിൽ വരുന്നു. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളൊരു ഊഹത്തിലങ്ങ് ചെയ്തോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ എന്താ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പ് ചെയ്യാൻ പറയുന്നുണ്ടോ, ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വരെ എലിമിനേറ്റ് കളർ അതൊക്കെ ചെയ്തു. മോർ ടെക്സ്റ്റ് ക്യാൻ ബി ആഡഡ്, ഇത്രയും ചെയ്തു. ഇനി ലോഗോ ഇൻ PNG ഫോർമാറ്റ്. ബേസിക്കലി നമ്മൾ ലോഗോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഗ്രൂപ്പ് ചെയ്യാം, ഒരു സന്തോഷത്തിന് ഗ്രൂപ്പ് ചെയ്തിട്ടേക്കാം. ഓക്കെ,
ഇവിടെ എന്താ സാധനം, ഇവിടെ എന്തോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ അതവിടെ നിന്നോട്ടെ. ഓക്കെ, ഞാനിവരെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പായി ഇങ്ങനെ നിന്നു. ഇനി ഇവരെന്താ പറയുന്നത്, ബേസിക്കലി നമുക്കത് PNG ഫോർമാറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നെക്കി, അല്ലെങ്കിൽ ഇത് നെക്കണ്ട, ഇത് നെക്കി പിടിക്കാം. ഇവൻ നെക്കി പിടിച്ചു. ഓക്കെ, ഇവനെ നെക്കി പിടിച്ചു, ഫയൽ നെക്കി, എക്സ്പോർട്ട് PNG. അപ്പോൾ റാസ്റ്ററായിട്ടാണ് ഇത് വെക്കുന്നത്. ഇവരെന്താ പറയുന്നത്, എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ടോ? പേജ് സെലക്ഷൻ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒന്നെങ്കിൽ ഫുൾ പേജ് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ഷൻ. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത സാധനം എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ടാസ്ക് കൊടുത്ത് നിങ്ങൾക്ക് സ്ഥലം കൊടുക്കുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഞാൻ പറയുകയാണ് എൻ്റെ റോൾ നമ്പർ, പുതിയ റോൾ നമ്പറാണ്. അപ്പോൾ 8086 _question_number. അപ്പോൾ 1 ആണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ. സേവ് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് എക്സാം ഡോക്യുമെൻറ്റ്സിൽ എവിടെ ഒരു ഫോൾഡർ പ്രത്യേകിച്ച് പറയും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒന്നും ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫയൽസിലേക്ക് വരിക, ഡെസ്ക്ടോപ്പിലേക്ക് വരിക. കറക്റ്റാണെന്ന് നോക്കിയാൽ കറക്റ്റാ സാധനങ്ങളൊക്കെ. ഈ ഡോട്ട് വരുന്നത് നിങ്ങൾ പേടിക്കേണ്ട. കാരണം പൊതുവേ PNGയിൽ ഗുണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ. ഈ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി അവിടെ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒന്നും ഇല്ല. അതാണ് JPEG-ലേക്കൊക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് വരും വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അതാണ് ഇവർ പറയുന്നത്, ഒബ്സർവ് ദ ബ്ലാബ്ലി ബ്ലൂ ബിഗ് സോഴ്സ് PNG ഫോർമാറ്റ് വരുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. അത്രയുള്ളൂ ഇവിടെ പറയുന്നത്. അടുത്തത് ആഡിങ് എ ലോഗോ ടു ദ ബാനർ. നമുക്ക് എന്താ, ഇത് ഇങ്ങനെ ഒരു പെട്ടിയിലാക്കി ഇടുക. ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഈ ഫോട്ടോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എടുത്തിടുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് വേഗം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഫസ്റ്റ് കാര്യം നമുക്ക് എന്താ, ഇത് ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു വൈറ്റ് ബോർഡർ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ ഇതിന് പുറകിൽ ബേസിക്കലി നോക്കിയേ, ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ കൊടുത്തു. ഇതിൻ്റെ കളർ റെഡ് ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ സാധനം കൊണ്ടിട്ട് ഇത് ലോവർ ആക്കാം കേട്ടോ. ലോവർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ലോവർ. ഇനി ഇത് കൊണ്ട് ഇവിടെ വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടോ, ആ വൈറ്റ് ഇല്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു പുറത്തൊരു കറക്റ്റ് സൈസ് ഒരു പെട്ടി, അല്ലെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയിട്ടാണെങ്കിലും വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് വൈറ്റ് കളർ കൊടുക്കും, വൈറ്റ് പെട്ടിയായിട്ട് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവനെ ലോവർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി ആ പെട്ടിക്ക് ഒരു ബോർഡറും കൂടി എടുക്കായിരുന്നു. സ്ട്രോക്ക് പെയിൻറ്റ്, ഇത് ബ്രൗൺ അല്ല ബ്ലാക്ക്. അയ്യോ, ഇത് ഞാൻ പോയി നമ്മുടെ ഇവനല്ലാണ്ട് ഇവൻ്റെ പുറകിലൊരാളല്ലേ, അത് കിട്ടി. സ്ട്രോക്ക് പെയിൻറ്റ് കൊടുക്കുന്നു, ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്കും അതിന് കട്ടി കുറയ്ക്കാൻ സ്ട്രോക്ക് സ്റ്റൈലിൽ വന്നിട്ട് കുറയ്ക്കുന്നു. അതുപോലെ 2 എല്ലാം മതി. ഓക്കെ, 2 ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. ഇനി ഇവരെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ അറിയാണ്ടൊരു ബോർഡർ കൊടുത്തു പോയി അല്ലേ, ടേസ്റ്റ് ദ റിയൽ നേച്ചർ ഓഫ് ഇത്, അത് ഞാൻ അറിയാണ്ട് കൊടുത്തു പോയതാ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ കൊടുത്ത കുറേ സാധനങ്ങൾ ഇപ്പോൾ എന്തോ അറിയാണ്ട് ഞാൻ എനിക്കൊന്ന് കുറച്ച് ബോർഡറൊക്കെ കൊടുത്തു എക്സ്ട്രാ. കൺട്രോൾ സെറ്റ് അത് ബാക്ക് ആവുന്ന വരെ. ഓക്കെ, ഉണ്ട്, അറിയാണ്ട് ഓരോന്നും ചെയ്തതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇവനല്ല, ഇവൻ്റെ പുറത്തുള്ള ആളെ സെലക്ട് ചെയ്യുന്നു, ഫില്ല് കൊടുക്കുന്നു. ഫില്ല് വൈറ്റ് ഉണ്ട്, സ്ട്രോക്ക് ചെയ്യാൻ അത് മാത്രം കൊടുക്കുന്നു. ഓക്കെ, ബ്ലാക്ക്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, 2. മക്കളെ അണ്ടു ആണ് നിങ്ങളുടെ മെയിൻ ഹീറോ കേട്ടോ. അണ്ടു ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊടുക്കും. ഓക്കെ, ഇനി ഇവരെന്താണ് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അനാവശ്യ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പുറത്ത്, അത് കുഴപ്പമില്ല, അവന് വേണ്ട. ഗ്രൂപ്പ് ചെയ്യുന്നു, ഗ്രൂപ്പ്. ഇവനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഇവനെ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇനി എന്താണ് വേണ്ടത്, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഫോട്ടോ. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. എനിക്ക് ആ ഫോട്ടോ സെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഇമ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഡൗൺലോഡ്സിന് ഞാനിവിടെ ഒരു TState ഇട്ട് വെച്ച സാധനമാണ്. ഓക്കെ, TState. ഇത് ക്ലാരിറ്റി ഒന്നും ഇല്ല, പക്ഷേ നിങ്ങൾ വെല്ലാക്കുമ്പോഴൊക്കെ കൺട്രോൾ ഞെക്കി ചെയ്യാൻ ഓർക്കണം കേട്ടോ. അതൊക്കെയാണ് നിങ്ങൾ ടീച്ചർ ശ്രദ്ധിക്കാൻ വന്നത്. ഓക്കെ, ഇത് വെക്കുന്നു, അതിന് മേലെ കൊണ്ടുപോയിട്ട് ഇത് വെക്കണം. അപ്പോൾ ഇത് മേലെ കൊണ്ട് ഇവിടെ വരണമെങ്കിൽ നമ്മൾ ഇവനെ ലോവർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റവനെ ഇതാക്കണം, ലോവർ ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ വെച്ചു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുറച്ചങ്ങ് വലിച്ച് നീട്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോട്ടോ വരാൻ പോകുന്ന പോലെ. ഇത്രയുള്ള സംഭവം. എന്നിട്ട് ഇവരെ ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ റെയിൻബോ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്കിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തു. ഇനി എന്താണ്, ഇവരെ ബേസിക്കലി ഇൻ ദ വിൻഡോ ദാറ്റ്സ് ഇറ്റ് സെലക്ട് എംബഡ് ആസ് ദി ഇമേജ് ടൈപ്പ്. ഓക്കെ, കുഴപ്പമില്ല. ലോവർ റേസ് ചെയ്തു, ഒബ്ജക്റ്റ് ചെയ്തു, കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്തു ബേസിക്കലി, അതോടെ കഴിഞ്ഞു. ഓക്കെ, അതോടെ നിങ്ങൾ ഇത് ഞാൻ സേവ് ചെയ്യുന്നു, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇനി 2-3 കാര്യങ്ങൾ ഇതിൻ്റെ പെട്ടിയിൽ ഇടയ്ക്ക് വരുന്നത്, ഇങ്ക്സ്കേപ്പ് ഫ്രീ ആണ്. അതുപോരാതെ വേറെ ഏത് സോഫ്റ്റ്വെയർ ഫ്രീ, അത് SVG ആണ് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ ബിറ്റ് മാപ്പ് ഇമേജ്, നമ്മുടെ റാസ്റ്ററായ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ കൺവേർട്ട് വെക്ടർ ടു റാസ്റ്റർ. നമ്മൾ ഈ വെക്ടറായ ഇവൻ വെക്ടർ ആണല്ലോ, ഈ പെട്ടി നമ്മൾ മൊത്തം ഉണ്ടാക്കിയതാണല്ലോ, അവനെ റാസ്റ്ററായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും PNG ഒക്കെ ആയിട്ട്. കളർ പാലറ്റ് കൺവീനിയൻസ്, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്ര കട്ടി വേണം കളർ. ഓക്കെ, ഭയങ്കര ഷെയ്ഡ് മതി, ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ട്രാൻസ്പെറൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്പാസിറ്റി. ട്രാൻസ്പെറൻസി 100 ആണ്, ഒന്നും കാണില്ല. ഒപ്പാസിറ്റി 100 ആണെങ്കിൽ ഫുള്ള് കാണും, അതാണ്. പിന്നെ നിങ്ങൾക്ക് ഓരോ ഷേപ്പൊക്കെ വരച്ച് പഠിക്കാൻ പറയുന്നുണ്ട്, അഡ്ജസ്റ്റിംഗ് ടേസ്റ്റ്, ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടും പറയുന്നുണ്ട്, ഒബ്ജക്റ്റ് പാത്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാം ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല,
ഞാനിപ്പോൾ പറഞ്ഞ ഈ ഷേപ്പിൽ നോക്കിയാൽ ഈ ഷേപ്പിലെ ഗ്രേഡിയൻറ്റ്, സർക്കിള്, പൊട്ട്, പാത്ത് ഡിഫറൻസ്, ടെക്സ്റ്റ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു. ഇതിലെ ബോർഡറും ഇത് എങ്ങനെ ഇടണം, ലെയർ മാറ്റണം, ഈ ഫിഷിനെ ഇങ്ങനെ ഉള്ളിലിടണം ഒക്കെ നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പം ഇതോടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് ഫസ്റ്റ് ചാപ്റ്ററിന് തിയറിയും കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തിയറീൻ്റെ MCക്കും വെരി ഷോർട്ട് ആൻസർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് മൊത്തം കണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, ഫസ്റ്റ് ചാപ്റ്റർ ഡൺ. ഇനി അടുത്ത ഏത് ചാപ്റ്റർ വേണമെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. പിന്നെ മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇതല്ലാത്ത എല്ലാ സബ്ജക്ട്സും അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അടിപൊളിയായിട്ട് നമ്മൾ പഠിപ്പിക്കും. 1 ഷോട്ടും ലൈവ് ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കും സ്റ്റോക്കുള്ള സമയം വരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വേഗം തന്നെ ജോയിൻ ചെയ്യണം. താഴത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ IT മോഡൽ ആൻഡ് പ്രാക്ടിക്കൽ എക്സാം. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ എല്ലാ ലിങ്കും ഉണ്ട് ആവശ്യമുള്ളത്. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.